ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രതികളായ അൽ ഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് വിദേശത്ത് നിന്ന് പരിശീലനം കിട്ടിയതായി സംശയം. ഡോക്ടർ മുസമിലിന് എൻക്രിപ്റ്റ് ചെയ്ത ആപ്പ് വഴി ബോംബ് നിർമ്മിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. പാക് തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനും IS ശാഖയായ അൻസാർ ഗസ്വാത് അൽ ഹിന്ദിനും വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്നാണ് കണ്ടെത്തൽ. അജയ് സുധാ ബിജു നൽകും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. അജയ്, അങ്ങനെ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തുനിന്ന് വരുന്നത്. ഈ അൽഫല കോളേജുമായി ബന്ധപ്പെട്ട് ഇന്നലെ 10 പേരെ കാണുന്നില്ല എന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു. അവർക്ക് ഈ ഭീകരബന്ധവുമായി ബന്ധപ്പെട്ട്, ഈ ഭീകരബന്ധത്തിൽ ഏർപ്പെട്ട ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ബന്ധമുണ്ട് എന്നതിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പോകുന്നത്. ഇപ്പോഴിതാ ഈ ഡോക്ടർമാർക്ക് വിദേശത്ത് നിന്ന് പരിശീലനം കിട്ടിയെന്നുള്ള സംശയവും പുറത്തു വരുന്നു, അല്ലേ? ഭവ്യ, ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രതികൾക്ക് വിദേശ സഹായം ലഭിച്ചിട്ടുണ്ട്. അവർക്ക് ഇതുമായിട്ട് നല്ല രീതിയിൽ ഒരു വിദേശ കണക്ഷൻ ഉണ്ടായിരുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള സൂചന ആദ്യം മുതൽ തന്നെ ലഭിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. വ്യക്തമായിട്ടുള്ള സൂചനകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ഉണ്ട്. ഈ ഡോക്ടർ മുസമിലാണ് ആദ്യം അറസ്റ്റിലായ വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ മുസമിൽ. ഇദ്ദേഹം തുർക്കി വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ട് NIAക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇയാൾ വഴിയാണ് ഈ മറ്റ് ഡോക്ടർമാരിലേക്കും ഇത്തരത്തിൽ വിദേശത്ത് നിന്നുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ ബന്ധങ്ങൾ, കണക്ഷൻസ് എല്ലാം ലഭിച്ചത്. ഈ മുസമിലിനെ വിദേശത്തേക്ക് പോകാൻ സഹായിച്ച വ്യക്തികളെ സംബന്ധിച്ചും പ്രത്യേകം സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഹൻസുള്ള, നിസാർ, ഉക്കാസ എന്നീ കോഡ് പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തികളാണ് ഈ ഡോക്ടർമാരെ സഹായിച്ചതെന്നാണ് NIAക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. ഈ മൂന്നും കോഡ് പേരുകളാണ് എന്ന് തന്നെയാണ് NIAക്ക് സംശയമുള്ളത്. യഥാർത്ഥ പേരാകാൻ സാധ്യതയില്ല. ഈ ഹൻസുള്ള, നിസാർ, അതുപോലെ തന്നെ ഉക്കാസ എന്നീ പേരുകളിൽ ചില കോഡ് പേരുകളിൽ ഇതിന് പിന്നിൽ മറ്റ് ഭീകരന്മാരാണെന്നും ഈ NIA സംശയിക്കുന്നുണ്ട്. ഇതിൽ ഈ ഹൻസുള്ള എന്ന് പറയുന്ന കോഡ് ഭാഷയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഈ ബോംബ് നിർമ്മിക്കാൻ സഹായകരമായിട്ടുള്ള വീഡിയോകൾ ഇവർക്ക് പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഉക്കാസ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഡോക്ടർമാർക്ക് വിദേശ സഹായങ്ങൾ നേരിട്ട് എത്തിച്ച് നൽകിയിട്ടുള്ളത്. ഈ മുസമിലിനെ വിദേശത്തേക്ക് പോകാൻ സഹായിച്ചതും ഈ ഉഗാസ എന്ന് പറയുന്ന വ്യക്തിയാണ്. മൊത്തം 42 വീഡിയോകളാണ് ഈ ഡോക്ടർമാർക്ക് പങ്കുവച്ചതെന്നാണ് വിവരം ലഭിക്കുന്നത്. ഈ വീഡിയോ വഴി ഈ ബോംബ് ഉണ്ടാക്കാൻ സഹായകരമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു. ഇതുവഴിയാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ള സ്ഫോടക വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ബോംബുകൾ തയ്യാറാക്കുകയും മറ്റ് സ്ഫോടനത്തിന് വേണ്ടി ആസൂത്രണം ഉൾപ്പെടെ ചെയ്യുകയും ചെയ്തത്. അതുമാത്രമല്ല, ഇവർ എൻക്രിപ്റ്റ് ചെയ്ത ആപ്പ് വഴിയാണ് ഈ വിവരങ്ങൾ കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ NIA മെറ്റയോട് സഹായം തേടിയിട്ടുണ്ട്. ഈ എൻക്രിപ്റ്റ് ചെയ്ത ആപ്പ് വഴിയുള്ള വിവരങ്ങൾ അത് ഡീകോഡ് ചെയ്യുക, അത് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു പണിപ്പെട്ട ഒരു ജോലി തന്നെയാണ്. അത് കാരണം മെറ്റയോട് നേരിട്ട് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഈ കേസിൽ സഹായിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇനി മെറ്റയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. ഇവർക്ക് ജെയ്ഷെ മുഹമ്മദ്, അതുപോലെ തന്നെ ISന്റെ ശാഖയായിട്ടുള്ള അൻസാർ ഗസ്വാത് അൽ ഹിന്ദ് എന്ന് പറയുന്ന സംഘടനയുമായിട്ടും ഈ ഡോക്ടർമാർക്ക് ബന്ധമുണ്ട്. ഈ 2 സംഘടനകൾ വഴി, ഈ IS ബന്ധമുള്ള ഈ സംഘടന വഴിയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ സ്വാധീനം ആദ്യം മുതൽ തന്നെ സംശയിച്ചിരുന്നതാണ്. ഈ 2 സംഘടനകൾ ഈ ഡോക്ടർമാരുമായിട്ട് ലിങ്ക് ഉണ്ടെന്ന് ഇപ്പോൾ നേരിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട ഭീകരർ ഇവർക്ക് ഈ കേസുമായിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ഷഹീൻ ഫൈസൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ഇയാൾ മുൻപ് ഈ അൽഫല സർവകലാശാലയുമായിട്ടൊക്കെ നേരിട്ട് ബന്ധമുള്ളതാണ്. മാത്രമല്ല തമിഴ്നാട്ടിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. ഇയാളെ കേണൽ, അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഭായ് എന്നീ പേരുകളിൽ തമിഴ്നാട്ടിൽ അറിയപ്പെട്ടിരുന്നു. രാമേശ്വരത്തെ കഫേ ബ്ലാസ്റ്റുമായിട്ടൊക്കെ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് നേരത്തെ തന്നെ NIAക്ക് വിവരം ലഭിച്ചിരുന്നതാണ്. 2012 മുതൽ ഇയാളെ കാണാനില്ല എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മുജാഹിദിനായിട്ടുള്ള മിർസ ഷഹാദ് ഈ ബെയ്ഗിലിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഇയാൾ മുൻപ് അൽഫല സർവകലാശാലയിൽ പഠിച്ച വ്യക്തിയാണ്. ഇയാൾക്ക് 2008 ബട്ട്ല ഹൗസ് ഏറ്റുമുട്ടലുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. ഇയാൾക്കും ഈ ഡോക്ടർമാരുമായിട്ട് ബന്ധമുണ്ടെന്ന് നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2 ഡോക്ടർമാരും ഇപ്പോൾ നിലവിൽ പേര് സൂചിപ്പിച്ച പോലെ ഈ ഷാഹിദ് ഫൈസൽ ആണെങ്കിലും അതുപോലെ തന്നെ ഈ മിർസ ഷദാബ് ആണെങ്കിലും ഇരുവരും ഇപ്പോൾ നിലവിൽ തുർക്കി മേഖലയിലൊക്കെ ഉണ്ടെന്നാണ് നിലവിൽ ഇവർക്ക് ലഭിച്ചത്.
ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സിറിയയിലുള്ള ചില നിരോധിത ഭീകരവാദ സംഘടനകളുമായിട്ടും ഈ ഡോക്ടർമാർ ബന്ധം പുലർത്തിയിരുന്നു. ഇവരെ ഈ സിറിയയിലുള്ള ഈ ഭീകരവാദ സംഘടനകളുമായിട്ടും അതുപോലെ തന്നെ ഈ അഫ്ഗാൻ തുർക്കി മേഖലയിലുള്ള മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങളുമായിട്ടും നേരിട്ട് ലിങ്ക് ചെയ്തത് ഈ 2 വ്യക്തികളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള സൂചനകൾ നിലവിൽ അന്വേഷണ അതോടൊപ്പം തന്നെ അജയ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ അൽഫല ക്യാമ്പസിൽ നിന്ന് ഈ അൽഫല ക്യാമ്പസാണ്, സർവകലാശാലയാണ് ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട തീവ്രവാദത്തിന് അല്ലെങ്കിൽ ഭീകരവാദത്തിന് കേന്ദ്ര ബിന്ദു എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട് എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. അവിടെ നിന്ന് 10ഓളം ആളുകളെ കാണാതായി. അവരെ കണ്ടെത്തേണ്ടത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമല്ലേ? തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചുള്ള സൂചനകൾ ഇപ്പോൾ നിലവിൽ എൻഐഎക്ക് ലഭിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഈ മിർഷ സദാബ് എന്ന് പറയുന്ന വ്യക്തി, ഇയാൾ മുൻപ് തന്നെ ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഇതിന് മുൻപ് തന്നെ നിരവധി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ്. 2008 നടന്ന ബട്ട്ല ഹൗസ് അറ്റാക്കിൽ ഉൾപ്പെടെ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ഡൽഹി സ്ഫോടനമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇയാൾ സിറിയ അതുപോലെ തന്നെ തുർക്കി മേഖലകൾ കേന്ദ്രീകരിച്ച് നിലവിൽ പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ സൂചനകൾ ലഭിച്ചിരുന്നു. അതിനുശേഷം പിന്നീടാണ് ഇത്തരത്തിൽ ഈ ഡോക്ടർമാരുടെ ഈ കണ്ണിയെ പറ്റിയിട്ടുള്ള കൂടുതൽ സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇതിനെ പിൻപറ്റിയുള്ള അന്വേഷണത്തിലും പിന്നീട് ചെന്നെത്തുന്നത് ഈ മിർസ ഷദാബിലേക്ക് തന്നെയാണ്. ഈ ഡോക്ടർമാരും അതുപോലെ തന്നെ ഇവിടെ പഠിച്ചിറങ്ങിയ ഈ മുൻ ഡോക്ടറുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടെന്ന് നിലവിൽ എൻഐഎക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോക്ടർ മൊഡ്യൂൾ അന്വേഷിച്ച് ചെന്നെത്തിയിരിക്കുന്ന വലിയൊരു കണ്ണിയിലേക്കാണ് ഈ 2 ഭീകരന്മാരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണെങ്കിലും ഇനി കൂടുതൽ വിവരങ്ങളാണ് ഇനി ലഭ്യമാകേണ്ടത്. ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട്, എത്ര വലിയ കൊമ്പന്മാരുണ്ട് എന്നതിലേക്കൊക്കെ അന്വേഷണം എത്തേണ്ടതുണ്ട്. എൻഐഎ അവരിലേക്കുള്ള അന്വേഷണത്തിലാണെന്ന കാര്യത്തിലും സംശയമില്ല. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്.